നമുക്ക് ഒറിജിനൽ തേക്ക് ഡിസൈൻ പോലെയുള്ള ഒരു ഡിസൈൻ എങ്ങനെ ഈ ജനലിൽ വരയ്ക്കാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പലർക്കും താല്പര്യം. കാരണം വർക്ക് പെട്ടെന്ന് കഴിയണം, അതുപോലെ തന്നെ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഇരിക്കുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രൗണും ബ്ലാക്കും പെയിൻ്റാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് അത് ഞങ്ങൾ പല കളറുകളാണ് ഉപയോഗിക്കുക. പല കളറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ മരത്തിനനുസരിച്ച് ഓരോ വരയ്ക്കുന്ന ആളുകളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരാറില്ല, വളരെ അപൂർവമേ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഡിസൈൻ, ചെറിയൊരു ഡിസൈനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ജനലിൻ്റെ ബാക്കിൽ. അപ്പോൾ നമുക്ക് ഒറിജിനൽ വുഡ് പോലെ തോന്നിപ്പിക്കാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനുകളൊക്കെ മാത്രം മതിയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ആളുകൾ പണിക്ക് വിളിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഡിസൈൻ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ഇതുപോലെ വരച്ച് വെച്ചാൽ അവർ നമുക്ക് പണി കഴിഞ്ഞ് പോകുമ്പോൾ ക്യാഷ് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കാരണം ഇതുപോലെ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ചില വർക്കേഴ്സും വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഡിസൈൻ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് അതിന് സമയം എടുക്കുമെന്ന് വരും ചില. അപ്പോൾ ഡിസൈൻ വരയ്ക്കണമെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ലൈൻ ഇടുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതുപോലെ ലൈൻ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 100 ജനലൊക്കെ വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ 100 എന്നുള്ളത് 10 15 ആയി മാറിയെന്ന് വരും. ഇപ്പോൾ കണ്ടില്ല, നമുക്കൊരു ഒറിജിനൽ തെക്കിൻ്റെ ആ ഒരു ഫീല് ഈ ഒരു ജനലിൽ കിട്ടി. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ സിമ്പിളായിട്ടുള്ള രീതിയിൽ. പക്ഷേ ചില ആളുകൾക്ക് വരയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ കുറേ ഡിസൈൻസ് വേണം. പക്ഷേ ഇതുപോലെ ഡിസൈൻസ് വരയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനലിൻ്റെ മുഴുവൻ ഭാഗത്തും വരച്ച് വയ്ക്കാൻ പറ്റില്ല. മുഴുവൻ ഭാഗത്തും വരച്ച് വെച്ച് കഴിഞ്ഞാലൊക്കെ കൂടി ഫിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ജനലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഡിസൈൻ കൊടുക്കുക. പിന്നെ തേക്കിന് ഒരുപാട് തരത്തിലുള്ള ഡിസൈനുകളുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഏത് മോഡലുള്ള ഡിസൈനാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ചെയ്യുക. പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഡിസൈൻ വേണ്ടത്. അപ്പോൾ അങ്ങനെ വരയ്ക്കുക.